സ്നേഹമുള്ളവരെ, ലോഗോസ് ക്യൂസ് 2023 പഠന ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ജോഷുവയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ഈ അദ്ദേഹത്തിന്റെ വിശദമായ ക്ലാസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ജോഷുവയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത്? 30 വാക്യങ്ങൾ, 25 വാക്യങ്ങൾ, 33 വാക്യങ്ങൾ, 37 വാക്യങ്ങൾ. ഇതിന് ശരിയുത്തരം 33 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഷീഹോർ ഈജിപ്തിനെ ഏത് വശത്തായിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത്? വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്. ഇതിന് ശരിയുത്തരം കിഴക്ക്. അടുത്ത ചോദ്യം, ഫിലിസ്തീയ രാജാക്കന്മാർ ഭരിച്ചിരുന്ന എത്ര പ്രദേശങ്ങളാണ് ജോഷുവയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ നാം കാണുന്നത്? 4 പ്രദേശങ്ങൾ, 6 പ്രദേശങ്ങൾ, 3 പ്രദേശങ്ങൾ, 5 പ്രദേശങ്ങൾ. ഇതിന് ശരിയുത്തരം 5 പ്രദേശങ്ങൾ. അടുത്ത ചോദ്യം, മൊറാറ ആരാണ് ഭരിച്ചിരുന്നത്? സീദോന്യർ, അമോര്യർ, ഫിലിസ്തീയർ, ഗബാലിയർ. ഇതിന് ശരിയുത്തരം സീദോന്യർ. അടുത്ത ചോദ്യം, അഫേക് ഏത് രാജാക്കന്മാരുടെ അതിർത്തിയായിരുന്നു? സീദോന്യർ, അമോര്യർ, ഫിലിസ്തീയർ, ഗബാലിയർ. ഇതിന് ശരിയുത്തരം അമോര്യർ. അടുത്ത ചോദ്യം, ബാൽഗാദ് ഏത് മലയുടെ താഴെയാണ് സ്ഥിതി ചെയ്തിരുന്നത്? സെയിർ മല, ജബൂസിയ മല, ഹെർമോൺ മല, എഫ്രോൺ മല. ഇതിന് ശരിയുത്തരം ഹെർമോൺ മല. അടുത്ത ചോദ്യം, ജോഷുവ കൈവശപ്പെടുത്തുന്ന ദേശങ്ങൾ ആർക്കൊക്കെ വിഭജിച്ചു കൊടുക്കാനാണ് കർത്താവ് ജോഷുവയോട് പറയുന്നത്? ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്ക്, ഇസ്രായേലിലെ 9 ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും, ഇസ്രായേലിലെ 11 ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും, ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും. ഇതിന് ശരിയുത്തരം ഇസ്രായേലിലെ 9 ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും. അടുത്ത ചോദ്യം, റൂബൻ ഗാദ് ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും ദേശം വിഭജിച്ചു കൊടുത്തത് ആരാണ്? ജോഷുവ, മോശ, ജനപ്രമാണികൾ, അഹറോൻ. ഇതിന് ശരിയുത്തരം മോശ. അടുത്ത ചോദ്യം, റൂബൻ ഗാദ് ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും മോശ വിഭജിച്ചു കൊടുത്ത ദേശം ഏത് നദിയുടെ കിഴക്ക് വശത്തായിട്ടായിരുന്നു? യാക്കോബ് നദി, യൂഫ്രട്ടീസ് മഹാനദി, ജോർദാൻ നദി, അർണോൺ നദി. ഇതിന് ശരിയുത്തരം ജോർദാൻ നദി. അടുത്ത ചോദ്യം, അരോവർ ഏത് താഴ്വരയുടെ അറ്റത്താണ് സ്ഥിതി ചെയ്തിരുന്നത്? അർണോൺ താഴ്വര, ആഗോർ താഴ്വര, റഫായിം താഴ്വര, ജസ്രേൽ താഴ്വര. ഇതിന് ശരിയുത്തരം അർണോൺ താഴ്വര. അടുത്ത ചോദ്യം, ഓഗ് ഏത് രാജ്യത്തിലെ രാജാവായിരുന്നു? സീദോൻ, അമോരിയ, ഫിലിസ്തീയ, ബാഷാൻ. ഇതിന് ശരിയുത്തരം ബാഷാൻ. അടുത്ത ചോദ്യം, ഓഗ് ഏത് കുലത്തിൽപ്പെട്ടവനായിരുന്നു? യൂദാകുലം, സേരാകുലം, റഫായിം കുലം, യസേഫി കുലം. ഇതിന് ശരിയുത്തരം റഫായിം കുലം. അടുത്ത ചോദ്യം, ഇസ്രായേൽ ജനം തുരത്താതിരുന്ന 2 വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? അമോര്യർ, സീദോന്യർ, സീദോന്യർ, ലെബനോന്യർ, അമോര്യർ, ലെബനോന്യർ, ഗഷൂര്യർ, മാക്കാത്യർ. ഇതിന് ശരിയുത്തരം ഗഷൂര്യർ, മാക്കാത്യർ. അടുത്ത ചോദ്യം, ഏത് ഗോത്രത്തിനാണ് മോശ അവകാശമൊന്നും നൽകാതിരുന്നത്? ലേവി ഗോത്രത്തിന്, ബെഞ്ചമിൻ ഗോത്രത്തിന്, യൂദാ ഗോത്രത്തിന്, ഇസാക്കർ ഗോത്രത്തിന്. ഇതിന് ശരിയുത്തരം ലേവി ഗോത്രത്തിന്. അടുത്ത ചോദ്യം, ഇസ്രായേലിന് ദൈവമായ കർത്താവിന് അർപ്പിക്കുന്ന ദഹന ബലികൾ ആരുടെ ഓഹരിയാണ്? ലേവി ഗോത്രത്തിന്റെ, ബെഞ്ചമിൻ ഗോത്രത്തിന്റെ, യൂദാ ഗോത്രത്തിന്റെ, ഇസാക്കർ ഗോത്രത്തിന്റെ. ഇതിന് ശരിയുത്തരം ലേവി ഗോത്രത്തിന്റെ. അടുത്ത ചോദ്യം, ഹെഷ്ബോൺ ഭരിച്ചിരുന്ന രാജവംശം ഏതായിരുന്നു? സീദോന്യർ, അമോര്യർ, ഫിലിസ്തീയർ,
ഗബാലിയർ. ഇതിന് ശരിയുത്തരം അമോര്യർ. അടുത്ത ചോദ്യം, ഇസ്രയേൽ ജനം വാളിനിരയാക്കിയ ബയോറിന്റെ മകന്റെ പേര് എന്താണ്? സൂർ, റേബ, ബാല, ഏവി. ഇതിന് ശരിയുത്തരം ബാല. അടുത്ത ചോദ്യം, ഏത് ഗോത്രത്തിന്റെ പശ്ചിമ അതിർത്തിയായിരുന്നു ജോർദാൻ തീരം? റൂബൻ ഗോത്രത്തിന്റെ, ഗാദ് ഗോത്രത്തിന്റെ, മനാസെ ഗോത്രത്തിന്റെ, ബെഞ്ചമിൻ ഗോത്രത്തിന്റെ. ഇതിന് ശരിയുത്തരം റൂബൻ ഗോത്രത്തിന്റെ. അടുത്ത ചോദ്യം, ഏത് ഗോത്രത്തിന്റെ അതിർത്തിയായിരുന്നു ജോർദാന്റെ കിഴക്കേ തീരം? റൂബൻ ഗോത്രത്തിന്റെ, ഗാദ് ഗോത്രത്തിന്റെ, മനാസെ ഗോത്രത്തിന്റെ, ബെഞ്ചമിൻ ഗോത്രത്തിന്റെ. ഇതിന് ശരിയുത്തരം ഗാദ് ഗോത്രത്തിന്റെ. അടുത്ത ചോദ്യം, ബാഷാനിലുള്ള ജായിരിന് എത്ര പട്ടണങ്ങളാണ് ഉണ്ടായിരുന്നത്? 40 പട്ടണങ്ങൾ, 50 പട്ടണങ്ങൾ, 60 പട്ടണങ്ങൾ, 70 പട്ടണങ്ങൾ. ഇതിന് ശരിയുത്തരം 60 പട്ടണങ്ങൾ. അടുത്ത ചോദ്യം, മാക്കീർ ആരുടെ മകനായിരുന്നു? ഗാദിന്റെ, മനാസയുടെ, റൂബന്റെ, ശിമയോന്റെ. ഇതിന് ശരിയുത്തരം മനാസയുടെ. അടുത്ത ചോദ്യം, ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് ആരുടെ അവകാശമാണ്? ലേവി ഗോത്രത്തിന്റെ, ബെഞ്ചമിൻ ഗോത്രത്തിന്റെ, യൂദ ഗോത്രത്തിന്റെ, ഇസ്സാക്കർ ഗോത്രത്തിന്റെ. ഇതിന് ശരിയുത്തരം ലേവി ഗോത്രത്തിന്റെ. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ലോഗോസ് ക്യൂസ് പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം.